പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആയിരിക്കില്ലേ? തീർച്ചയായും നിങ്ങളൊരു വീഡിയോ കണ്ടുവരുന്നവർക്ക് നമ്മൾ സെപ്പറേറ്റ് ഡിസ്കൗണ്ട് തന്നെ തീർച്ചയായിട്ടും ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാവും. ഇവിടെ കൊടുക്കുന്ന ഡിസ്കൗണ്ട് കൂടാതെ അല്ലേ? അതെ. 2015 G4 അല്ലേ വണ്ടി? അതെ അതെ, G4 ആണ്. ഇതിനകത്ത് ഇപ്പൊ എക്സ്ട്രാ സീറ്റ് പോളിസി കാര്യങ്ങളെല്ലാം മാറ്റി നീറ്റ് ആക്കി ഉണ്ടല്ലേ ഉള്ളിൽ? അതെ, അവരൊരു 10 വർഷത്തെ കാലാവധിയാണ് അവർ പറയുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്ത വരുന്ന ഒരു ക്രിസ്റ്റ. അപ്പോൾ അടുത്ത ഒരു BMW X1 ആണ്. അതെ അതെ. ഓക്കെ, ഏതായിരുന്നു മോഡൽ? 2017 വാഹനത്തിന്റെ മോഡൽ വരുന്നത്. പെട്രോൾ ആണ്. GT ആണ്. ഓട്ടോമാറ്റിക് ആണ്. മേജർ റീപ്ലേസുകൾ കാര്യങ്ങളൊന്നും ഏത് വാഹനമായിക്കോട്ടെ നമ്മളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുള്ളൂ. ചോദിക്കുന്ന വില ഉണ്ടോ ഇതൊക്കെ? അതെ, തീർച്ചയായും. നിങ്ങൾ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് ഒന്ന് ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ചോദിക്കുന്ന വില എല്ലാം ഇതൊരു നമ്മളെ വൺ ഓഫ് സിമിലർ ആയിട്ടുള്ള ഒരു ആക്ടർ യൂസ് ചെയ്ത വണ്ടിയാണ്. അത് പേര് പറയാൻ പറ്റുമോ? അതെ അതെ. ആഫ്റ്റർ മാർക്കറ്റ് അലോ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ലോ കിലോമീറ്റർ ആണ്. അതെ, ഇതൊരു നമ്മളെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യൂസ് ചെയ്ത വാഹനമാണ്. ഏതായിരുന്നു താരം? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അരുൺ. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. കല്ലിങ്കൽ എന്ന് പറയുന്ന യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1977 സ്റ്റാർട്ട് ചെയ്തതാണല്ലേ? അതെ അതെ, നമ്മൾ 1970 ഫസ്റ്റ് പ്രീ ഓൺ കാർ ഷോറൂം കേരളത്തിലെ രജിസ്റ്റർ ചെയ്തത് നമ്മളാണ്. ഫസ്റ്റ് പ്രീ ഓൺ കാർ കേരളത്തിലുള്ളത് ഈ ഷോറൂമാണ്. ഇതാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പേര് പറഞ്ഞു? എൻ്റെ പേര് ഷാഫി. ഷാഫി ആണെന്ന് നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാൻ പോകുന്നത്. ഇവിടെ കൂടുതലും പ്രീമിയം കാറാണല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? നമ്മൾ പ്രീമിയം ആണ് ചെയ്യുന്നത്. പിന്നെ വരുന്ന വാഹനങ്ങൾ അതിനായിട്ട് എക്സ്ചേഞ്ച് വരുന്നതാണ്. കുറച്ച് മിഡ് പ്രീമിയം വണ്ടികളുണ്ട്. അത് എക്സ്ചേഞ്ചിന് വന്ന വണ്ടികളാണ്. ഇന്നോവ, C500 ഇതുപോലത്തെ എല്ലാ വണ്ടികളും ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ആൾക്കാർക്ക്? ഇത് മലപ്പുറം മഞ്ചേരിയാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത്. മഞ്ചേരി തന്നെയാണ്. മഞ്ചേരിയാണ്. എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് ഉണ്ടല്ലോ? ഫിനാൻസ് സൗകര്യം കാര്യങ്ങളെല്ലാം ഓൾ കേരള ഫിനാൻസ് ഉണ്ട്. ഓൾ കേരള ഫിനാൻസ്. ഓക്കെ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും എക്സ്ചേഞ്ച് കാര്യങ്ങളെല്ലാം ചെയ്യും. എല്ലാ വാഹനവും എക്സ്ചേഞ്ച് ചെയ്യാം. ഓക്കെ. വിൽക്കാനുണ്ടെങ്കിലും സമീപിക്കാമല്ലോ? തീർച്ചയായും. മാന്യമായ മാർക്കറ്റ് റേറ്റിൽ വണ്ടി എടുക്കും. അപ്പോൾ എല്ലാ രീതിയിലുള്ള വണ്ടിയാണ്. ഷോറൂമാണ് കല്ലിങ്കൽ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യത്തെ വണ്ടി പരിചയപ്പെട്ടുകയാണോ? ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് ലാൻഡ് ക്രൂസറിന്റെ പ്രാഡോ ആണല്ലേ? അതെ. ഏതായിരുന്നു മോഡല്? ഇത് 2010 വാഹനത്തിന് മാനുഫാക്ചറിങ് വരുന്നത്. വാഹനം 2022 ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തമായിട്ട് ഇന്റീരിയറിലാണ് എക്സ്റ്റീരിയർ മൊത്തമായിട്ട് ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും വണ്ടി? കിലോമീറ്റർ വരുന്നത് 2,30,000 കിലോമീറ്റർ. അത് ഫുൾ കമ്പനി ത്രൂ സർവീസ് ആണ്. സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട്. വേറെ അതിന്റെ ആ ഒരു ക്വാളിറ്റി കണ്ടാൽ തന്നെ അറിയാം. തീർച്ചയായിട്ടും പുതിയ വണ്ടി എങ്ങനെ ഇറക്കുന്നു ആ ഒരു ക്വാളിറ്റിയിൽ കിടക്കുകയാണ് വണ്ടി. വേറെ റീപ്ലേസ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുമില്ല. പക്ക ഷോറൂം കണ്ടീഷനിലാണ് വണ്ടി വരുന്നത്. അപ്പോൾ എത്രയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ 33 ആണ് ആസ്കിംഗ് റേറ്റ് ഉള്ളത്. പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആയിരിക്കില്ലേ? തീർച്ചയായും. നിങ്ങളൊരു വീഡിയോ കണ്ടുവരുന്നവർക്ക് നമ്മൾ സെപ്പറേറ്റ് ഡിസ്കൗണ്ട് തന്നെ തീർച്ചയായിട്ടും ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാവും. ഇവിടെ കൊടുക്കുന്ന ഡിസ്കൗണ്ട് കൂടാതെ അല്ലേ? അതെ അതെ, തീർച്ചയായും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇന്റീരിയർ കാണിച്ചാൽ ഇന്റീരിയർ ലോക്കാണോ? ഇന്റീരിയർ കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ ഇന്റീരിയറിലും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2022 മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം. അതായത് സ്റ്റിയറിംഗ്, സെൻട്രൽ കൺസോള്, മീറ്റർ കൺസോള്, അങ്ങനെയുള്ള സീറ്റ്, ഗിയർ ഇതെല്ലാം ഉൾപ്പെടെ അല്ലേ എല്ലാം മാറ്റിയിട്ടുണ്ട്. റിയർ ഓപ്പൺ ചെയ്യുമ്പോഴും എല്ലാം അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. നീറ്റ് ആൻഡ് ഗുഡ് ക്വാളിറ്റി തന്നെ കിടക്കുന്നു. ഇതിന്റെ ഒരു അറ്റൻഷൻ തന്നെ അതാണ് വാഹനത്തിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. 17th ആനിവേഴ്സറി എഡിഷൻ ആണ് ഈ വണ്ടി വരുന്നത്. വീല് കാര്യങ്ങളെല്ലാം എല്ലാം കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഷോറൂം കണ്ടീഷൻ തന്നെയാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ അടുത്ത ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ഫിനാൻസും അവൈലബിൾ ആയിരിക്കും വണ്ടിക്ക് അല്ലേ? ഫിനാൻസ് 2010 ആയതുകൊണ്ട് ബാങ്ക് ലോൺ എന്തായാലും കിട്ടില്ല. നമുക്ക് എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ ചെറിയ എമൗണ്ട് മാത്രം അവർ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയല്ലോ. ഫോർച്യൂണർ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് 12 മുകളിലേക്കാണോ ഫിനാൻസ്? 2013 മുകളിലാണ്. 13 മുകളിലേക്ക് അല്ലേ? 13 മുകളിലേക്കുള്ള വണ്ടികൾക്കായിരിക്കും ഫിനാൻസ്. ഓക്കെ. അപ്പോൾ അടുത്ത ഒരു BMW X1 ആണ്. അതെ അതെ. ഓക്കെ. ഏതായിരുന്നു മോഡൽ? ഇത് 2017 ആണ് വാഹനം വരുന്നത്. 17 ആണ്. ഇത് HRA സ്പെഷ്യലാണ്. വിത്ത് NOC ആണ് നമ്മൾ ചെയ്യുന്നത്. വിത്ത് NOC ആണ്. ആരാണോ കസ്റ്റമർ അവർക്ക് നമ്മൾ ചെയ്യാം. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? കിലോമീറ്റർ 94 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എന്തായാലും ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും അല്ലേ? അപ്പോൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും മേജർ റീപ്ലേസുകൾ കാര്യങ്ങളൊന്നും എല്ലാം ഏത് വാഹനമായിക്കോട്ടെ നമ്മളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇതിനും അതുപോലെ തന്നെ നല്ല ഗുഡ് ക്വാളിറ്റി തന്നെ കിടക്കുകയാണ്. അത്യാവശ്യം ടയർ കണ്ടീഷനും വണ്ടിക്ക് കിടപ്പുണ്ട്. അപ്പോൾ എത്രയാണ് ഇതിന് ആസ്കിംഗ് പ്രൈസ്? ഇത് നമുക്ക് 17 ലക്ഷം. 17 ലക്ഷമാണ്. 17 ലക്ഷത്തിൽ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കുമല്ലോ? തീർച്ചയായിട്ടും എന്തെങ്കിലും നെഗോഷിയേഷൻ വേണമല്ലോ ഒരു കച്ചവടമാകുമ്പോൾ. അപ്പോൾ ഇതിനും ഒരു ഫിനാൻസ് കിട്ടും. ഏകദേശം 70% ഫിനാൻസ് കയറും അല്ലേ?
തീർച്ചയായും 70% നോർമൽ അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ. കേരള വണ്ടി ആകുമ്പോൾ ഒരു 90-95% നമുക്ക്. ലാൻഡ് ക്രൂസർ നമ്മൾ കേരളയിലാക്കി ആക്കിയിട്ടുണ്ടല്ലേ? കേരള രജിസ്ട്രേഷൻ കേരളയിലൊക്കെ ആക്കിയിട്ടുണ്ട്. കേരളയാണ് കൂടുതൽ നമുക്ക് റീവണ്ടികളാണ് ഇവിടെ അധികമല്ല. നമുക്ക് ഇതും ഇതേപോലെ തന്നെ എക്സ്ചേഞ്ച് വരുന്ന വാഹനങ്ങൾ വരുന്നതുണ്ട്, എല്ലാം വരാറുണ്ട്. അപ്പോൾ അടുത്ത് നടക്കുന്ന ഈ ക്ലാസ് ഓൾറെഡി സെയിൽ ആയതാണല്ലേ? എല്ലാം പറഞ്ഞു വെച്ചിരിക്കാൻ പേപ്പറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വണ്ടിയാണ്, അതുകൊണ്ട് നമ്മളത് കാണിക്കുന്നില്ല. അടുത്ത കൺട്രിമാൻ മിനി കൂപ്പറിന്റെ ഏതായിരുന്നു മോഡൽ? ഇത് 2013 വാഹനത്തിന്റെ മോഡൽ വരുന്നത്. 13 എത്ര കിലോമീറ്റർ ഓടിയുണ്ടാവും? കിലോമീറ്റർ വരുന്നത് നമുക്ക് 84 ആണ് കിലോമീറ്റർ വരുന്നത്. 84 കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ? ഓക്കെ, ഡീസൽ വാഹനമാണ്. പിന്നെ നമ്മുടെ ഒരു SUV മിനി കൂപ്പർ എന്ന് പറഞ്ഞാൽ എല്ലാവരും കുട്ടിവാഹനമാണ്. 3 ഡോർ വണ്ടികളാണല്ലോ കൂടുതലും ആളുകൾ എടുക്കുന്നത്. അപ്പൊ കൺട്രിമാനിലേക്ക് വരുമ്പോൾ നമുക്ക് 5 ഡോർ വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പം 5 സീറ്റും ആ കംഫർട്ടിൽ തന്നെ യൂസ് ചെയ്യാം. നോർമലി മിനി കൂപ്പർ 2 സീറ്റ് ആണ്, ഫ്രണ്ടിലത്തെ 2 കപ്പിൾ സീറ്റ് എന്ന് പറയും. അതെ, സീറ്റ് ഫോൾഡ് ചെയ്ത് വേണം ബാക്കിലേക്ക് കയറാൻ. അതെ, ഫോൾഡ് ചെയ്ത്. അപ്പോൾ ഇതിന് എത്ര ചോദിക്കുന്ന പ്രൈസ്? ഇതിന് നമ്മൾ 13 ലക്ഷം. 13 ലക്ഷത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. തീർച്ചയായും ഇതിനും ഫിനാൻസ് അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് വേറൊരു ഈ പറഞ്ഞ പോലെ മറ്റേ 3 ഡോർ മിനി കിടപ്പുണ്ടല്ലോ അകത്ത്. അത് 5 ഡോർ വരുന്നുണ്ട്. 5 ഡോർ ആണ്? അതെ. അത് 5 ഡോർ കൺട്രിമാൻ തന്നെയാണ്? അല്ല, അത് കൂപ്പർ ഡി ആണ്. ഓക്കെ, ഫൈൻ. ഒരു കൂപ്പറും കൂടി അകത്ത് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ BM പെട്രോൾ വണ്ടിയാണോ? അത് ഡീസലാണ്. ഡീസലാണല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ട വാഹനങ്ങളെല്ലാം ഡീസൽ വണ്ടിയാണ്. അടുത്ത ഓഡിയുടെ A4 ഏതായിരുന്നു മോഡൽ? ഇത് 2014 ആണ്. 14. എത്ര കിലോമീറ്റർ ഓടിയുണ്ടാവും? 1,10,000 കിലോമീറ്റർ. 1,10 ഓടിയിട്ടുണ്ടല്ലേ? ഇങ്ങോട്ട് കേരളത്തിലോട്ട് നമ്പർ ആയ വണ്ടിയാണ്. ഓക്കെ, ഇത് നമ്പർ എല്ലാം ആയി, എല്ലാം കഴിഞ്ഞ് സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വണ്ടിയാണ്. ഇത് നമുക്ക് 10.5 ലക്ഷത്തിന് കൊടുക്കാം. 10.5 ലക്ഷത്തിന് കൊടുക്കാം. വേറെ മേജർ റീപ്ലേസ്മെന്റ് ഇഷ്ടമുള്ള വണ്ടിയാണ്. ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട്. അതർ സ്റ്റേറ്റ് വണ്ടിയാകുമ്പോൾ അവിടുന്ന് വന്നതിന് ശേഷം പിന്നെ എല്ലാവരും ഇവിടുന്ന് പുറത്തുനിന്നായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്നത്. അതെ, തീർച്ചയായും തന്നെ. അപ്പോൾ കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണ്? കിലോമീറ്റർ എല്ലാം ജെനുവിൻ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ പുറത്തുനിന്ന് 2-3 സർവീസ് അവർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഇത് 10 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 10 രൂപ കൊടുക്കാം. അതെ, ഓക്കെ. അതിലും എന്തെങ്കിലുമൊക്കെ അതെല്ലാ വാഹനത്തിലും ഉണ്ടാവട്ടെ. പിന്നെ ഞാൻ കാണുന്ന ആൾക്കാർക്ക് ഒരു ഇത് വരാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കണം എന്നുള്ളൂ. അടുത്തത് പോളോ. അതെ, പോളോ ഏതായിരുന്നു മോഡൽ? ഇത് 2017 വാഹനത്തിന്റെ മോഡൽ വരുന്നത്. പെട്രോൾ ആണ്. GT ആണ്. ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. ഇത് 77,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർ ആണ് വാഹനം വരുന്നത്. 1.2 ആണ്. 1.2 1200 cc വണ്ടിയാണ്. അപ്പോ ഇന്റീരിയർ അപ്പോൾസ്റ്ററി ഒക്കെ മാറ്റിയിട്ടുണ്ടെന്നോ? എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്തിട്ടുണ്ടോ? വേറെ ഒന്നും ചെയ്തില്ല. കമ്പനി സ്റ്റോക്ക് കണ്ടീഷൻ. അപ്പോ കാര്യങ്ങളെല്ലാം ഉണ്ട്. കിലോമീറ്റർ എത്രയായിരുന്നത്? ഒറിജിനൽ കേരളയാണ്. കിലോമീറ്റർ വരുന്നത് 77,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമുക്ക് ചോദിക്കുന്നത് 7.5. 7.5 ചോദിക്കണം. ഇതിന് ഫിനാൻസ് കിട്ടും അല്ലേ? ഇതിന് നമുക്കൊരു 85-90 ഫിനാൻസ് കയറുമല്ലേ? ഓക്കെ. അടുത്തൊരു ക്രിസ്റ്റയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഫിനാൻസിന്റെ ഡോക്യുമെന്റ്സ് എന്തൊക്കെയായിരുന്നു? ഫിനാൻസിന്റെ ഡോക്യുമെന്റ് പറഞ്ഞാൽ നോർമലി ആധാർ കാർഡ്, പാൻ കാർഡ്, ഒരു 6 മാസത്തെ സ്റ്റേറ്റ്മെന്റ്, പിന്നെ സിവിൽ സ്കോർ അത്യാവശ്യം നോർമൽ സിവിൽ സ്കോർ കാര്യങ്ങളുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നോർമൽ ഇതാണ് വേണ്ടത്. പിന്നെ നോർമൽ പേപ്പേഴ്സ്, ബാങ്ക് പേപ്പേഴ്സ് അവർ തന്നെ അവർ പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇതെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തിന്റെ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ 3 ഡേയ്സ് മാക്സിമം 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ സെറ്റാക്കി കൊടുക്കാം അല്ലേ? ഇവിടുത്തെ വണ്ടി എടുക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഉറപ്പെന്തായിരിക്കും? നമ്മളെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഓൾമോസ്റ്റ് വണ്ടികളുടെ ഒരു ക്വാളിറ്റി. നമ്മളെല്ലാ വാഹനം എടുക്കുമ്പോൾ ഒരു 151 ചെക്കപ്പ് വരുന്ന സംഭവമുണ്ട്. അതിൽ ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കാറുണ്ട്. വാഹനത്തിന്റെ മേജർ ആക്സിഡന്റ് ഉണ്ടോ, ഫ്ലഡ് ഉണ്ടോ, അങ്ങനത്തെ വാഹനങ്ങൾ നമ്മൾ ചെയ്യാറില്ല. കാരണം ഒരു 50,000 1 ലക്ഷത്തിൻ്റെ ഒക്കെ വർക്ക് വരുമ്പോൾ തന്നെ മെന്റലി എല്ലാവരും അതെ. അപ്പം നമ്മൾ അങ്ങനത്തെ വണ്ടികൾ എടുക്കാറില്ല. നമ്മൾ ഓൾമോസ്റ്റ് ക്വാളിറ്റി കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് പിന്നെ ഒരു സർവീസ് സെന്റർ തേടി നടക്കേണ്ടി വരില്ല. ഒരു ജനറൽ സർവീസ് എന്നുള്ള നോർമലി ഓയിൽ കാര്യങ്ങൾ അവർക്കായിട്ട് തൃപ്തിപ്പെടാനുള്ള രീതിയിൽ ചെയ്യാം. അല്ലാതെ മേജറായിട്ടൊന്നും ചെയ്യേണ്ടി വരില്ല. അതാണ് ഇവിടുന്ന് കൊടുക്കുന്ന ഉറപ്പിട്ടോ. അപ്പൊ അടുത്തൊരു ക്രിസ്റ്റയാണ്. ഏതായിരുന്നു മോഡല്? ഇത് 2018 ആണ് വാഹനത്തിന്. 18 മോഡലാണ്. 1,48,000 കിലോമീറ്റർ. 1,48,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേരിയന്റ് ഏതായിരുന്നു? വേരിയന്റ് G ആണല്ലേ? ഓക്കെ. അപ്പോൾ 2.4 ആണ് വാഹനം വരുന്നത്. മാനുവൽ ആണ്. ഇത് നമുക്ക് കർണാടക രജിസ്ട്രേഷൻ വാഹനം നിലനിൽക്കുന്നത്. ഇത് നമുക്കൊരു 13.25 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വാഹനം കൊടുക്കാം. 2018 ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതിന് ഫിനാൻസ് കിട്ടുമോ? തീർച്ചയായിട്ടും ഫിനാൻസ് കിട്ടും. ഫിനാൻസ് എല്ലാ വാഹനത്തിനും നമുക്ക് അതർ സ്റ്റേറ്റ് ആയാലും ആയാലും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ?
അപ്പോൾ ഇതിന് എത്ര വരെ കയറുമായിരിക്കും മാക്സിമം ഫിനാൻസ്? മാക്സിമം ടയോട്ടയുടെ വണ്ടികൾ നോർമലി ഒരു 90ന്റെ അടുത്ത് നോർമലി കയറാറുണ്ട്. 90% കയറാറുണ്ട്. ഓൾറെഡി ഇത് 2018 വാഹനം കൂടിയാണല്ലോ. അത്യാവശ്യം നല്ല മോഡലുണ്ട്. നല്ല ക്വാളിറ്റിയാണ് വാഹനം. ഇതിപ്പോ ഇതൊക്കെ ഡീക്രോം ചെയ്തിട്ടുണ്ടല്ലോ. ഇത് അവര് ചെയ്താണ് ഡീക്രോം ചെയ്തത്. കസ്റ്റമർ ഡീക്രോം ചെയ്തിട്ടുണ്ട്. മിററും ഒന്ന് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. വേറെ ഒന്നും എക്സ്ട്രാ ഇന്റീരിയറിലാണെങ്കിൽ സെഡിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സീറ്റ് കാര്യങ്ങളെല്ലാം കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നല്ല അടിപൊളി ഗുഡ് ക്വാളിറ്റി കിടക്കുകയാണ്. ഇതിന് സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ? സർവീസ് ഹിസ്റ്ററി കാര്യങ്ങൾ ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഓക്കെ. അപ്പോൾ അകത്ത് നമുക്ക് കുറച്ച് പ്രീമിയം വണ്ടികൾ കിടക്കുന്നത്. അതിന് മുമ്പ് ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കുറച്ച് എക്സ്ചേഞ്ച് വണ്ടികൾ വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് പറഞ്ഞിട്ട് പോവാം അല്ലേ? അപ്പോൾ വെന്യൂ പറഞ്ഞു. 2019 വാഹനം. 19 ആണ്. കേരള വണ്ടിയല്ലേ? ഒറിജിനൽ കേരള വണ്ടിയാണ്. 68,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളത്. ഏതായിരുന്നു വേരിയന്റ്? പെട്രോൾ ആണ്. പെട്രോൾ ആണ്. ടർബോ എഞ്ചിനാണ്. ടർബോ എഞ്ചിൻ ആണല്ലേ? ഇതിന്റെ വേരിയന്റ് ഏതായിരുന്നു? GDI ആണ്. GDI ആണല്ലേ? ഓക്കെ. മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഇതിനകത്ത് ഇപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് അല്ലേ അലോ ചെയ്തേക്കുന്നത്? അതെ. ആഫ്റ്റർ മാർക്കറ്റ് അലോ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ബാക്കി സിസ്റ്റം ഒക്കെ ഇൻബിൽഡ് കമ്പനി തന്നെയാണ് വരുന്നത്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നല്ല നീറ്റ് ക്വാളിറ്റി തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ വരുന്നത് 68,000 കിലോമീറ്റർ. 68,000 കിലോമീറ്റർ ഓടിയുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ആസ്കിംഗ് പ്രൈസ്? ഇത് നമുക്ക് ഒരു 7.25 നമുക്ക് 7.25 കൊടുക്കാം. ഇതിലൊക്കെ ഒന്ന് താഴ്ത്തല്ലോ. ഫിനാൻസ് കിട്ടുമല്ലോ വണ്ടിക്ക്? ഫിനാൻസ് കിട്ടും. എത്ര വരെ കയറുമായിരിക്കും വണ്ടിക്ക് നമുക്കൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരള വണ്ടി ആയതുകൊണ്ട് നമുക്കൊരു 90% നോക്കാം. ഓക്കെ. അടുത്ത ഒരു ഇന്നോവയാണ്. ഏതാ മോഡൽ? ഇത് 2015 മോഡൽ വരുന്നത്. 15 മോഡലാണ്. ഓക്കെ. ഇത് അതർ സ്റ്റേറ്റ് കേരളത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? കിലോമീറ്റർ വരുന്നത് 1,00,000 കിലോമീറ്റർ വരുന്നത്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2015 G4 അല്ലേ വണ്ടി? അതെ G4 ആണ്. ഇതിനകത്ത് ഇപ്പോൾ എക്സ്ട്രാ സീറ്റ് പോളിസി കാര്യങ്ങളെല്ലാം മാറ്റി നീറ്റാക്കിയിട്ടുണ്ടല്ലേ? ഉള്ളിൽ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്. ബാക്കി സംഭവങ്ങളെല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എത്ര ചോദിക്കുന്ന വില ഇതിന്? ഇത് വില ചോദിക്കുന്നത് നമുക്ക് 8.25 ആണ്. 8.25 ആണ്. കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളത് 1,50,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. 1,50,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. 8.25 ആണ് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്. പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആയിരിക്കും കേട്ടോ. ഈ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. മേജർ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആണ്. അടുത്തൊരു XUV 500. അതെ. ഏതായിരുന്നു മോഡൽ? 2012 ആണ് വാങ്ങിക്കുന്നത്. 12 മോഡൽ അല്ലേ? എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? കിലോമീറ്റർ വരുന്നത് 1,50,000 ആണ് കിലോമീറ്റർ. W8. ഓക്കെ. ഇതിനും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. വണ്ടി നല്ല കണ്ടീഷൻ ആയിട്ട് തന്നെ കിടക്കുകയാണ്. സ്റ്റോക്ക് കണ്ടീഷനിലല്ലേ കിടക്കുന്നത്? എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് വണ്ടി കിടക്കുന്നത്. ഓക്കെ. എത്ര ചോദിക്കുന്ന പ്രൈസ്? ഇത് നമുക്ക് 4 രൂപ കൊടുക്കാം. 4 രൂപ കൊടുക്കാം. പുതിയ ഇൻഷുറൻസ് കാര്യങ്ങൾ നമുക്ക് അവർക്ക് എടുത്തു കൊടുക്കാം. ഓക്കെ. ഇത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ വാഹനം. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. കേരള വണ്ടിയാണ് അല്ലേ? കേരള വണ്ടിയാണ് കിടക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. 4.5 ചോദിക്കുന്ന വില. ഫിനാൻസ് കിട്ടുമല്ലോ? ഫിനാൻസ് നമുക്ക് അതർ ഫിനാൻസ് നോക്കാം. പ്രൈവറ്റ് ഫിനാൻസ്. ബാങ്ക് ഫിനാൻസ് ആകുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. അത് അവരൊരു 10 വർഷത്തെ കാലാവധിയാണ് അവർ പറയുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്ത വരുന്ന ഒരു ക്രിസ്റ്റ. അതെ. ഏതായിരുന്നു മോഡൽ? ഇത് 2016 ആണ്. 2016. G4 തന്നെയാണ്. G4 തന്നെയാണല്ലേ? ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ വരുന്നത് ഇത് 1,78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 1,70,000 ഓണറാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 1,78,000 കിലോമീറ്റർ ഓടിയുണ്ട്. അതെ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എക്സ്ട്രാ ചെയ്തെന്ന് പറയാനായിട്ട് സീറ്റ് കവർ കാര്യങ്ങൾ തന്നെ. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾസി മാറ്റിയിട്ടുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. കമ്പനി ഇൻബിൽഡ് വരുന്നില്ല അല്ലേ? ഓക്കെ. ബാക്കിൽ വരുന്ന ക്യാപ്റ്റൻ സീറ്റ് ആണ്. കാര്യങ്ങളൊക്കെ വരുന്നത് തന്നെയാണ്. അപ്പോൾ ചോദിക്കുന്ന വില എത്താ? ഇത് നമുക്ക് നമ്പർ ആക്കിയിട്ടാണെങ്കിൽ നമുക്ക് 14 രൂപ കൊടുക്കാം. 14 രൂപ കൊടുക്കാം. ഓക്കെ. ഇതിപ്പോൾ ഇതിലാണ് കിടക്കുന്നത്? ഇതിപ്പോൾ അതർ സ്റ്റേറ്റ് ആണ്. ഓക്കെ. അതർ സ്റ്റേറ്റിൽ കിടക്കുകയാണ്. ആ നമ്പർ ആക്കിയിട്ട് നമുക്ക് 14 രൂപ. മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലാണ് നിൽക്കുന്നത്. ഇതിന് ഫിനാൻസ് അവൈലബിൾ ആയിരിക്കും. അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഫോർച്യൂണർ. ഏതായിരുന്നു മോഡൽ? ഇത് 2017 TRD കിറ്റ് കമ്പനി കിറ്റുള്ള വാഹനമാണ്. ഓക്കെ. ഇത് 81,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിൽ ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ. 42 ആണ് വാഹനം വരുന്നത്. ഓക്കെ. കിലോമീറ്റർ എത്രയായിരുന്നു? 81,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വാഹനം. എത്ര ചോദിക്കുന്ന വില? ഇത് നമുക്ക് 33 ആണ് ആസ്കിംഗ്. 33. അതെ. പൈസ ഒക്കെ നെഗോഷ്യബിൾ ആയിരിക്കും കേട്ടോ. 33 ആണ് ചോദിക്കണമെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരും അല്ലേ? ഇതിനും ഫിനാൻസ് അവൈലബിൾ ആണ്. ഒരു അട്രാക്ഷൻ തന്നെ TRD കിറ്റ് ഒറിജിനൽ കിറ്റാണ്. TRD കിറ്റ് വരുന്നത്. TRD കിറ്റ് എന്ന് പറയുമ്പോൾ സൈഡിൽ മാറും, ഫ്രണ്ട് ഗ്രില്ല് മാറും, സൈഡിൽ ആ ഒരു സ്റ്റിക്കർ വർക്ക് വരും, അലോയ് വരും.
ബാക്കിലൊക്കെ ആ ഒരു ക്ലാഡിങ് പോലത്തെ സംഭവങ്ങൾ വരുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെയും ഫ്രണ്ട് ബമ്പറിൽ ലിപ്പ് കാര്യങ്ങളെല്ലാം വരുന്നു. ബമ്പറിൽ ലിപ്പ്, പിന്നെ ആ ഒരു റെഡിഷ് സംഭവങ്ങൾ എല്ലായിടത്തും വരുന്നുണ്ട്. അങ്ങനെയുള്ള മാറ്റങ്ങളാണ്. അതാണ് അതിന്റെ ഒരു തലെടുപ്പ് അല്ലേ? അതെ അതെ. യെസ്. അപ്പോൾ ഉള്ളി കിടക്കുന്ന പ്രീമിയം വണ്ടിയിലേക്ക് പോയാലോ നമുക്ക്? തീർച്ചയായും. അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിനി കൂപ്പറിന്റെ കൂപ്പർ ഡി, അതെ അതെ, കൂപ്പർ ഡി 5 ഡോർ വരുന്ന കൂപ്പർ ഡി കിടപ്പുണ്ട്. ഏതായിരുന്നു മോഡൽ? ഇത് 2015 മോഡൽ ആയിരുന്നു. 15 മോഡൽ. 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. അതെ. ഇതൊരു നമ്മളെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യൂസ് ചെയ്ത വാഹനമാണ്. ഏതായിരുന്നു താരം? പേര് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പേര് പറയുന്നില്ല. അതെ അതെ. ഓക്കെ. അത് എന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കും പേര് പറയുന്നില്ല. എന്നാലും ക്രിക്കറ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. സിമിലർ ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് താരം യൂസ് ചെയ്തിരുന്ന വണ്ടിയാണല്ലേ? അതെ. ഇപ്പോൾ കേരളത്തിലോട്ട് നമ്പർ ആയതാണ്. പുതിയ ഇൻഷുറൻസ് കാര്യങ്ങൾ എടുത്തു കൊടുക്കും. ഇപ്പോൾ ഓണർഷിപ്പ് ചെയ്തില്ല. എത്ര ഓണർഷിപ്പ്? ഇപ്പോൾ തേർഡ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. ലോ കിലോമീറ്റർ വണ്ടിയാണ് വരുന്നത്. 7 ആണ് നമ്പർ വരുന്നത്. ക്രിക്കറ്റ് താരത്തിന്റെ വണ്ടി ആയതുകൊണ്ടായിരിക്കും ഒരുപാട് ഓടിയിട്ടില്ല അല്ലേ? പുള്ളി മേടിച്ചിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നതുകൊണ്ടായിരിക്കും വണ്ടി ഒരുപാട് ഓടിയിട്ടില്ല. ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആ ഒരു കിലോമീറ്റർ ആയതുകൊണ്ട് തന്നെ. അതെ അതെ. ആ ഒരു ലോ കിലോമീറ്റർ വണ്ടി ഓടിയതുകൊണ്ട് തന്നെ നീറ്റ്നെസ് ഉണ്ട് ഉള്ളിലായാലും. പിന്നെ കുറച്ച് വണ്ടികളുള്ളൂ 5 ഡോർ വരുന്നത്. ഇപ്പൊ ഡീലേ കൺട്രിമാൻ ആണ് 5 ഡോർ അധികം വരുന്നത്. ഇതിനകത്ത് ഇപ്പോൾ റയർ വണ്ടിയാണിത്. ഇതിന്റെ ഒരു ബെനിഫിറ്റ് വരുന്നത് 5 ഡോർ ആകുമ്പോൾ ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് കയറേണ്ട ഒരു പ്രശ്നം വരുന്നില്ല. ഫാമിലി മിനി കൂപ്പർ എടുക്കുന്നവരൊക്കെ ഒരു ചെറിയ ഫാമിലീസ് ആയിരിക്കും അധികം എടുക്കുക. പിന്നെ അല്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ചെറിയ ഓട്ടത്തിനുള്ള ആ രീതിയിൽ ഒരു കപ്പിൾസ് വെഹിക്കിളാണ്. കപ്പിൾസ് വെഹിക്കിളാണ്. പലരും സെക്കൻഡറി വെഹിക്കിളായിട്ട് പ്രീമിയം വണ്ടി വേറെ വലുതുണ്ടാവും, സെക്കൻഡറി വണ്ടിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഡീസൽ വേരിയന്റ് ആണ്, പെട്രോൾ അല്ല, ഡീസലാണ്. അപ്പോൾ എത്രയാണ് നമ്മൾ? നല്ല മൈലേജ് കാര്യങ്ങളുണ്ട്. ഇത് നമുക്കൊരു 27,300 കൊടുക്കാം. 27,300. അതെ, 27,300 ചോദിക്കുന്ന വില ഉണ്ടോ ഇതൊക്കെ? അതെ തീർച്ചയായിട്ടും ചോദിക്കുന്ന വിലയാണ്. ഇവിടെ വന്ന് നിങ്ങൾ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് ഒന്ന് ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ചോദിക്കണ വില അതെ എങ്ങനെയാണെങ്കിലും സംസാരിക്കാം. സാധാ വണ്ടി വേണമെങ്കിൽ നിങ്ങൾ അറേഞ്ച് കൊടുക്കുമോ? തീർച്ചയായിട്ടും. നമുക്ക് കസ്റ്റമർ തന്നെയാണ്. അപ്പോൾ പ്രീമിയം വണ്ടി മാത്രം വിൽക്കുന്നൊരു ഷോറൂം അല്ല, അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിലും നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വണ്ടി ഇതുപോലെ നീറ്റ് ക്വാളിറ്റി ആണല്ലോ ഇവിടെ വിൽക്കുന്ന വണ്ടികൾ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വിളിച്ചാൽ മതി. അടുത്തത് ഇത് 5 സീരീസിൽ എം സ്പോർട്ട് ആണ് വാഹനം. എം സ്പോർട്ട് 10 ടർബോ എഞ്ചിൻ വരുന്ന കുറച്ച് വാഹനങ്ങൾ കേരളത്തിലുള്ളൂ. ഓക്കെ, അതിലൊന്നാണ് ഒരു വാഹനമാണ്. കുറച്ച് വാഹനങ്ങളിൽ ഒരെണ്ണമാണ് നമ്മുടെ ഈ കിടക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഏതായിരുന്നു മോഡൽ? ഇത് 2018 വാഹനത്തിന്റെ മോഡൽ വരുന്നത്. 65,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. ഇതൊരു നമ്മളെ വൺ ഓഫ് സിമിലർ ആയിട്ടുള്ള ഒരു ആക്ടർ യൂസ് ചെയ്ത വണ്ടിയാണ്. അത് പേര് പറയാൻ പറ്റുമോ? അതിന്റെ പേര് പറയണ്ട. അതെ അതെ. ഓക്കെ. അപ്പോൾ നമുക്ക് പറയുന്ന ബുദ്ധിമുട്ടല്ല, അത് ചിലപ്പോൾ അവർ തീർച്ചയായിട്ടും അവർ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഇത് തോന്നണ്ട. അപ്പോൾ സെലിബ്രിറ്റീസിന്റെ വണ്ടികളുണ്ടല്ലോ ഇവിടെ? ഒരുവിധം നമ്മളെല്ലാ വണ്ടികളും എടുക്കും, പർച്ചേസ് ചെയ്യാറുണ്ട്, എല്ലാവരും എടുക്കും. അപ്പോൾ സെലിബ്രിറ്റി ഇരുന്ന് യാത്ര ചെയ്ത സീറ്റാണ് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെലിബ്രിറ്റിയുടെ ബന്ധുക്കൾ ഇരുന്ന് യാത്ര ചെയ്ത കണ്ടിട്ടുണ്ടാവും. ഈ വാഹനത്തിന്റെ ഒരു വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരെന്നെ ചെയ്യാറുണ്ട്. സെലിബ്രിറ്റി ആകുമ്പോൾ ബാക്കിലായിരിക്കും ഇരുന്നിട്ടുണ്ടാവും അല്ലേ? വണ്ടി ഇവിടെ ഫ്രണ്ടിൽ ഇരുന്ന ഡ്രൈവർ ആകുമ്പോൾ പിന്നെ ഡ്രൈവിംഗ് ആണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ഡ്രൈവേഴ്സ് കാറാണ്. അതുകൊണ്ട് സിനിമാക്കാരായതുകൊണ്ട് ഞാൻ പറഞ്ഞോളൂ, ചിലപ്പോൾ ഡ്രൈവർ വെച്ചായിരിക്കും ഉപയോഗിച്ചോണ്ട്. അതെ തീർച്ചയായും ഡ്രൈവർ വെച്ച് തന്നെ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേഡിയാണോ? അല്ല, ലേഡി അല്ല, ഒരു ആൺ ആക്ടറിന്റെ വണ്ടിയായിരുന്നു. ആക്ട്രസ് അല്ല, ആക്ടറുടെ വണ്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിന്റെ വില എത്രയായിരുന്നു? ഇത് നമുക്ക് 48 രൂപക്ക് കൊടുക്കാം. 48? അതെ. ഒറിജിനൽ കേരള വണ്ടിയാണ്. 48 രൂപ കൊടുക്കാം. 60,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ലോ കിലോമീറ്റർ ആണ്. അതെ അതെ. വേറെ എങ്ങനെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം ഉള്ള വണ്ടിയാണ്. അടുത്തത് നമ്മൾ വരുന്നത് ഒരു മെഴ്സിക്കുട്ടി. അതെ, മെഴ്സിക്കുട്ടിയുടെ ഏതായിരുന്നു അത്? ഇത് GLE ആണ്. GLE പക്ക ഒരു SUV ആണ്. GLE 250 ആണ്. നല്ല റോഡ് പ്രസൻസ് ഉള്ള ഒരു വാഹനമാണ്. തീർച്ചയായും. റോഡിൽ കൂടി പോകുമ്പോൾ യാത്രയാണ് ഇതിന്റെ ഒരു കംഫർട്ട്. അതന്നെ ഈ വാഹനത്തിന്റെ കിലോമീറ്ററും വരുന്നത് 1,60,000 കിലോമീറ്റർ സിംഗിൾ ഓണർ യൂസ് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്യുന്ന വണ്ടിയാണ് അല്ലേ? ഓക്കെ. ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം കമ്പനി ഹിസ്റ്ററി ഉണ്ട്. കേരള വണ്ടിയാണോ അത്? അല്ല, ഇത് പോണ്ടിച്ചേരിയാണ് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ. പോണ്ടിച്ചേരിയാണ് കിടക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ 1,00,000 മേലെ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി എന്നാലും നല്ല ക്ലീൻ കണ്ടീഷനിൽ കിടക്കുന്നു. ഇന്റീരിയർ ആണെങ്കിലും എല്ലാം ആ ഒരു നീറ്റ്നെസ് നമുക്ക് കാണാൻ പറ്റും. എത്രയാണ് ചോദിക്കുന്ന പ്രൈസ്? ഇത് ആസ്കിങ് വരുന്നത് നമുക്ക് 29. അതെ, 29 ആസ്കിംഗ് പ്രൈസ് ആണ്. നിങ്ങൾ വന്ന് കണ്ട് വണ്ടി ഇഷ്ടപ്പെടുവാണെങ്കിൽ സെറ്റപ്പ് ആക്കി തരുന്നതായിരിക്കും അല്ലേ? ഫിനാൻസ് കിട്ടുമല്ലോ വണ്ടിക്ക്? ഫിനാൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഫിനാൻസും കിട്ടുന്ന വണ്ടിയാണ്. എല്ലാം നല്ല നീറ്റ് ക്വാളിറ്റി തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വരാനുള്ള വണ്ടികൾ ഏതൊക്കെ ആയിരിക്കും?
നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അതെ, നമുക്ക് എല്ലാ വണ്ടികളും വരാം. അതെ അതെ, നമ്മളിപ്പോൾ ഒരുവിധം സ്റ്റാഫുകളെല്ലാം പുറത്ത് ഇപ്പോൾ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഉടനെ തന്നെ പുതിയ വണ്ടികളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി വണ്ടികൾ ചെയ്യാം അല്ലേ? അതെ അതെ. യെസ്. അപ്പോൾ ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൾക്കാർക്ക് എപ്പോഴാണ് ഷോറൂമിൻ്റെ ടൈം എപ്പോഴാണ്? നമ്മൾ 9 to 8 o'clock വരെ. 8 o'clock വരെയാണ്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എപ്പോൾ വേണേലും ഷോറൂമിൽ വരാം. വണ്ടി വന്ന് ടെസ്റ്റ് ഡ്രൈവിനൊക്കെ കൊടുക്കുമല്ലോ ആൾക്കാർക്ക്? തീർച്ചയായും നമ്മൾ അവരായിട്ട് സംസാരിച്ച് അവർ ഇത് ഫൈനൽ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം കൊടുക്കാം. പിന്നെ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളിൽ മെക്കാനിക്കിനെ കൊണ്ട് ചെക്ക് ചെയ്യാം. തീർച്ചയായിട്ടും അവരുടെ മെക്കാനിക്കലി അവരെ കൊണ്ടുപോയി കാണിക്കാം. അതല്ല ഷോറൂമിൽ കൊണ്ട് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം വണ്ടി എടുത്താൽ മതി അല്ലേ? നിങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെടുക, വണ്ടി എടുക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ബ്രോ. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ചുകൂടി വണ്ടിയായിട്ട് പൊളിക്കാം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.